പാവപ്പെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം. ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. PMC പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘടനകളും വലിയ പ്രതിഷേധം എത്തിയിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി അതിനെ ഒപ്പിട്ടതിനാൽ പിന്നോട്ട് പോകാൻ കഴിയില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിക്കുന്നത്, അതിന് വിശ്വാസമുണ്ടോ? അതിൻ്റെ ഒരു നാളുവഴികൾ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അത് കൃത്യമായി 2024 ഫെബ്രുവരിയിലാണ് കേന്ദ്രം കേരളത്തിന് കത്തയക്കുന്നത്. അത് കഴിഞ്ഞ് 2024 മാർച്ചിലാണ് ഇത് നടപ്പാക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് കേരളം തിരിച്ചു മറുപടി കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2025 ഒക്ടോബറിലാണ് ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. പിന്നെയാണ് അതിൻ്റെ തടയപ്പെട്ട ഫണ്ട് സ്വീകരിക്കുന്നത്. അത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായും പിന്നീട് വരുന്നൊരു ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാവും. പക്ഷേ എങ്കിലും നമുക്ക് പറയാനുള്ളത് എങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി പിന്തിരിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിയമപരമായി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് ഇതിന് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളെ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ കരിക്കുലം തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം സംസ്ഥാനത്തിന് നിലനിർത്താൻ കഴിയണം. ഇല്ലെങ്കിൽ ഈ കരിക്കുലത്തിലൂടെ കാവ്യവൽക്കരണം നടപ്പാക്കപ്പെടും. അപ്പോൾ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഗോഡ്സെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അപകടകരമായൊരവസ്ഥ ചരിത്രത്തിൽ വരുത്തുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദിശാബോധം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉപസമിതിക്കും ഉണ്ട്. അതവർ നടപ്പാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ താലൂക്ക് തലങ്ങൾ വിഭജിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ള ബജറ്റിൽ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ആ ജില്ലകളിലുള്ള അത്രയും ജനസംഖ്യ ഈ ഒരൊറ്റ ജില്ലയിലുണ്ട്. 3 കലക്ടർമാർ നിർവഹിക്കുന്ന ദൗത്യം ഒരു കലക്ടറാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയോ നേരത്തെ വിഭജിക്കേണ്ടതാണ്. UDF തന്നെ ആ കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല എല്ലാ സംഘടനകളും ആവശ്യപ്പെടുന്നു. അതിൻ്റെ സർവേ നടന്ന് യഥാവിധി അത് വിഭജിക്കണമെന്നതിൽ എല്ലാ വിഭാഗം ആളുകളും യോജിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അത് ഒരു പ്രദേശ ചിന്തയല്ല, മറിച്ച് കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് ആവശ്യമാണ്. ആ പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളുള്ളത്. ആ പ്രതീക്ഷ പൂണിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. മുന്നോട്ട് പോകുന്നില്ല. അവർ പറഞ്ഞ അവർ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കണം. അപ്പോൾ പഠിച്ച് ചെയ്യാന്നുള്ളൂ. അപ്പോൾ പഠിച്ച് ചെയ്യട്ടെ, അപ്പം അതിൻ്റെ ശേഷം പറയാം മറുപടി. അല്ല, അത് അവരോട് ചോദിക്കേണ്ടതാണ്. അത് നമ്മളെ മുഖ്യമന്ത്രിനോട് ചോദിക്കാം. അധികാരത്തിലെത്തിയാൽ എന്താക്കും എന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിൻവാങ്ങണമെന്നല്ല അഭിപ്രായം. അല്ല, അത് ഈ ഇവിടെ ജനങ്ങൾക്ക് ഈ ചരിത്ര സത്യങ്ങൾക്കൊക്കെ എതിരാണെങ്കിൽ പിന്മാങ്ങേണ്ടതാണല്ലോ. ആലോചിക്കണം. വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. PM ശ്രീ പദ്ധതി, ഇതിലൊരുപാട് ആശങ്കകൾ നമുക്കുണ്ട്. ഒന്നാമത്തെ ആശങ്ക എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനമാക്കിയാണ് PM ശ്രീ പദ്ധതി വരുന്നത്. NEP-യിലെ പല നിർദ്ദേശങ്ങളും കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിൽ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NEP-യിലെ പല പദ്ധതികളെയും നമുക്ക് കാണാൻ പറ്റുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പല പദ്ധതികളെയും PM ശ്രീയുടെ ഭാഗമായി അത് നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ മനുഷ്യത്വവും ഈ മതേതരത്വവും ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അത് സ്വാഭാവികമല്ലേ? മാത്രമല്ല, NEP-യിലെ പല പദ്ധതികളിലേക്ക് നോക്കുമ്പോൾ ഇത് കോർപ്പറേറ്റുകളുടെ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. മറ്റൊന്ന്, സിലബസ് രൂപീകരണത്തിലെ കേന്ദ്ര ഇടപെടലാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതേതരത്വവും അതുപോലെ തന്നെ ശാസ്ത്രബോധവും മിക്സ് ചെയ്തിട്ടുള്ള മനോഹരമായ സിലബസുകൾ പൊതുവിദ്യാലയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള സിലബസുകൾ വരുമ്പോൾ കൃത്യമായ അജണ്ടകൾ അവിടെ നടപ്പാക്കേണ്ടി വരും. ചരിത്രങ്ങളെ വളച്ചൊടിക്കേണ്ടി വരും. മുഗളന്മാർ ഇന്ത്യ എന്നൊരു സംഗതി രൂപാന്തരപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ മഹാരാജ്യത്തെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്ന ആ മുഗളന്മാരുടെ ചരിത്രത്തെ പോലും മരീമസമാക്കിയില്ലേ? അവരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചില്ലേ? ആ ചരിത്രത്തെ വളച്ചൊടിച്ചില്ലേ?
പത്തരം വളച്ചൊടിക്കലുകൾ വീണ്ടും ഈ PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിലവിൽ വരുമോ എന്ന ആശങ്കയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, കേരളീയ സ്കൂളുകൾ എന്ന് പറയുന്നത് അതിനൊരു തദ്ദേശീയമായ ഭംഗിയുണ്ട്. അതിനുമേൽ കേന്ദ്രീകൃത ബാഡ്ജിംഗ് നടപ്പാകുമോ എന്നൊരാശങ്കയുമുണ്ട്. എല്ലാത്തിലുമുപരി നിങ്ങൾക്ക് ഫണ്ട് തരണമെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഫണ്ട് ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾ പറയുന്നതിലെല്ലാം ഒപ്പിട്ട് തരണം എന്ന് പറയുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനയെ കൃത്യമായി അതിന്റെ നെഞ്ചു നോക്കി കത്തിക്ക് കുത്തുന്നതിന് സമാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി PM ശ്രീയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് മതേതര മനസ്സുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ ആശങ്കയുണ്ട്. ഈ പഠന മേഖലയും കാവുവൽക്കരിക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. അത് കൃത്യമായി തീർക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഇലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും മറന്നുപോയിക്കൊണ്ടാകരുത് പ്രവർത്തനം എന്ന് കൃത്യമായി ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മാത്രം പറയട്ടെ. സഹോദരന്മാരെ, ഇന്നലെ ഉച്ചതിരിഞ്ഞത് മുതൽ കേരളത്തിലെ മാധ്യമങ്ങളും അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഷയം UDF സർക്കാർ, പ്രത്യേകിച്ച് വടശ്ശേരി ദാമോദരൻ മകൻ VD സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ച്, PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച് എന്ന വാർത്തയാണല്ലോ. അതിന് വലിയ അതിശയമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം RSSന്റെ BJPന്റെ നയനിലപാടുകൾ കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുമ്പേ തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 102 സീറ്റ് ഇവർക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ വിഷയങ്ങളും അങ്ങനെയാണ്. വെറും PM ശ്രീ മാത്രം നിങ്ങൾ കാണണ്ട. VC നിയമനം ഗവർണറുടെ അധികാര പരിധിയിൽ പെട്ടതാണെന്നല്ല പറയൂ. അതിനെക്കുറിച്ച് ഈറ്റുകൾ ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. VC പോയിട്ട് RSSന്റെ 100ാം വാർഷിക പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ മുണ്ടാട്ട ഇല്ലാതെ ഇവർക്ക് മുണ്ടാൻ കഴിയില്ല. കാരണം ഇവരെ വാല് RSSന്റെ അമ്മിന്റെ അടിയിലാണ്. അത് വെച്ചിട്ടാണ് ഇവരെ ഇലക്ഷൻ നേരിട്ടതും 102 സീറ്റ് കിട്ടിയതും എല്ലാം. അതുകൊണ്ടൊന്നും മുണ്ടാൻ വേണ്ടി പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം, പലരും പറയുന്നത് കേട്ട് മുസ്ലിം ലീഗ് സമുദായത്തെ വഞ്ചിച്ചു PM ശ്രീ നടപ്പാക്കുന്നതിലൂടെ എന്നാണ് പറയുന്നത്. എല്ലാ സഹോദരന്മാരെ, ഈ മുസ്ലിം ലീഗുകാർ, ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ സമുദായത്തെ വഞ്ചിക്കാത്ത ഏതെങ്കിലും കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാ? അവരിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 70-75 വർഷക്കാലം ആയല്ലോ. ഈ കാലയളവിലുള്ള ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിങ്ങള്. അവർ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് സമുദായത്തെ വഞ്ചിക്കാൻ 22 സീറ്റും 18 സീറ്റും 20 സീറ്റൊന്നും കിട്ടൂല. ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അന്ന് ഇവരെടുത്ത തീരുമാനം എന്നാ? അന്ന് ഇവര് ചന്ദ്രികാ പത്രത്തിൽ എഴുതിയ ഫ്രണ്ട് പേരിൽ കൊടുത്ത വാർത്തയെന്ന നമ്മളെ മുന്തിയ സാധനം തങ്ങളവർകള് പ്രധാനമന്ത്രി നരസിംഹറാവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിക്കൂലെന്നാ പറഞ്ഞത്. അതും കേട്ട് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവർ ഉണ്ടാണ്ടെന്ന് ഇല്ലേ? ഇതേപോലെ ആടുന്ന മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്ക്. അതേപോലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ വാക്കുന്നതിനു ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗ് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയെന്നല്ല സമുദായത്തെ വഞ്ചിക്കാൻ. സമുദായത്തിന്റെ വായുവും വെളിച്ചവും ഭക്ഷണവും ഉപയോഗിച്ച് ജീവിക്കുന്ന വർഗാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. അന്ന് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, തലതൊട്ടപ്പന്മാർ മുതൽ ചെറിയ നേതാക്കന്മാർ വരെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നാ പറഞ്ഞ് നമ്മൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ PM ശ്രീ നടപ്പാക്കൂല എന്നാന്ന് പറഞ്ഞേ അല്ലേ? ഷാജി തീപ്പൊരി പ്രസംഗവും ആ പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ട് യൂത്ത് ലീഗുകാരുണ്ടല്ലോ ഇടാ. അദ്ദേഹം പറഞ്ഞെന്ന നമ്മൾ ഗാന്ധിജിയെയും മറ്റു പലരെയും നമ്മൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരും, നമ്മൾ PM ശ്രീയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആ ചവറ്റുകൊട്ട ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ, അദ്ദേഹത്തിന്റെ പേര് നോക്കണം നിങ്ങൾ. അദ്ദേഹം പറഞ്ഞല്ലോ PM ശ്രീയുടെ നടപ്പാക്കൂല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തേ ഇപ്പോൾ അവർ PM ശ്രീ നടപ്പാക്കുന്നത്? അതേപോലെ അവർ സമരം നടത്തിയിട്ട് അടികൊണ്ട താത്താനെ കണ്ടിട്ടില്ലേനാ? ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു താത്ത, സമുദായത്തിന്റെ താത്ത, ആ താത്തയിലെ അടിവാങ്ങിയ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ടപ്പോന്നില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ട് PM ശ്രീ അടുത്ത വർഷം നടപ്പാക്കുന്നത് RSS വൽക്കരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇന്ന് RSS വൽക്കരണമൊന്നുമില്ല അവർക്ക്. ആ താത്താനെ മുണ്ടാട്ടം നിങ്ങൾ എവിടെയും കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എക്കാലത്തും സമുദായത്തെ വഞ്ചിച്ചിട്ട് അവർക്ക് ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, അവർക്ക് പണവും അധികാരവും. ഇപ്പം PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞാൽ 1300 കോടിയോളം ഉറുപ്പിക കേന്ദ്രം കേരളത്തിന് കൊടുക്കും വരും. പിന്നെ എന്നാ വേണ്ടത്? പിന്നെ RSS വൽക്കരണമല്ല, എന്ത് വൽക്കരണം നടത്തുന്ന പണത്തിന് മുമ്പ് വരന്നും മറക്കൂല എന്ന് പറഞ്ഞല്ലോ. പണത്തിന് മുമ്പ് അധികാരത്തിന് മേലെയും ലീഗുകാർ മറക്കൂല, അവിടെ തന്നെ നിൽക്കൂ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും
Golden Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.